യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട്, ഫ്രീ റീഡിംഗ് അല്ല ചെയ്യുന്നത്. ഓക്കെ, ബാക്ക് ടു റീഡിംഗ്. ഇന്നത്തെ ടോപ്പിക് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഏതോ സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്താണ്? അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ എന്താ പറയാ, വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നില്ല, നിങ്ങൾക്ക് മുന്നിൽ വരുന്നില്ല, നിങ്ങളോട് സംസാരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കായിരിക്കും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. ലവേഴ്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, എല്ലാവർക്കും ഇത് കാണാവുന്നതാണ്. ഓക്കെ, ടൈംലെസ്സും ആണ്. സോ നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാൻ കഴിയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് നിഗൂഢതകൾ ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം അത്രത്തോളം ഒന്നുമില്ല, ജസ്റ്റ് ഈ വ്യക്തിയുടെ കൂട്ടുകാരാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പാരൻസ് ആണ്, അമ്മയോ അച്ഛനോ ആണ്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ ഇവിടെ നിഗൂഢമായിട്ട് എന്തൊക്കെയോ ചില മന്ത്രതന്ത്ര കൂടോത്ര പരിപാടികളൊക്കെ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് കുറച്ചധികം നമുക്ക് ആദ്യമേ തന്നെ ഓവറോൾ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ സംതിങ് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഏഞ്ചൽസ് നിങ്ങളെ വഴികാട്ടുന്നുണ്ട്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് ബിയോണ്ട് ദ കറണ്ട് സിറ്റുവേഷൻ എന്നാണ്. എന്തുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നുള്ളതിനെ കുറിച്ച് നല്ല രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് കാർഡ്സ് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിലോ ദാമ്പത്യ ജീവിതത്തിലോ ഇൻവോൾവ്മെന്റ് ആയി നിൽക്കുന്നത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മാത്രമല്ല. സത്യം പറഞ്ഞാൽ സ്നേഹിക്കുന്ന രണ്ടാൾക്കാർ മതി. പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് ഒരുപാട് എനർജീസിനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുകയും നിങ്ങളോട് പെരുമാറുകയും സ്നേഹത്തോടെ നല്ല രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളോട് പെരുമാറുകയും ചെയ്ത ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരും ഒരു വിഷവിത്തുകളായിരുന്നു, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബിക്കോസ് നിങ്ങൾക്ക് അത്രയും പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഈ ഭൂമിയിലുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും നെഗറ്റീവ് അറ്റാക്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ അത്രയും ഐശ്വര്യവതികളായിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾ അത്രയും നന്നായിട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ അത് മറ്റുള്ളവർ തട്ടിയെടുക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ തട്ടിപ്പറിക്കാൻ നോക്കി. ഇപ്പൊ നമ്മുടെ കയ്യിൽ അത്രയും അമൂല്യമായിട്ടുള്ള ഒരു വസ്തു ഉണ്ടെന്ന് വിചാരിക്കുക, അത്രയും എന്താ പറയാ, അത്രയും നല്ല ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. അത് മറ്റൊരാൾ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഒരു ലെവലിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. പക്ഷെ നിങ്ങൾ മേ ബി അത്രയും ദൈവത്തെ ഭജിക്കുന്നവരായിരിക്കാം, ഉപാസിക്കുന്നവരായിരിക്കാം, പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുന്നവരായിരിക്കാം, സത്യത്തിൽ നിൽക്കുന്നവരായിരിക്കാം, സത്യസന്ധത ഉള്ളവരായിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ജീവിതം സ്ട്രഗിളിംഗ് ആണ്, കഷ്ടപ്പാടാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാര് നിങ്ങളെ പറ്റിച്ചിട്ട് പോകും. ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഒരു രീതിയും കൂടി ആയിട്ട് ഈ പേഴ്സൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നത്, ഈ വ്യക്തിക്ക് നിങ്ങളെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അതൊരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ അത് നിങ്ങളായിരുന്നു അവരുടെ ടാർഗറ്റ്. അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരുമിച്ച് പോകരുത് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലുള്ള ആൾക്കാരായിരുന്നു കൂടുതലും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അത് പലവരും ചിരിക്കുന്ന മുഖങ്ങളായിരുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളായിട്ടുള്ള ഓരോ നിമിഷവും അയവിറക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഓരോ നിമിഷവും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വിഷമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത്
ഇപ്പൊ ഒരു പാട്ട് വെച്ചാല് അല്ലെങ്കിൽ ഒരു ഡാൻസ് കണ്ടാല് അത് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ഈ പേഴ്സന്റെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കാരണം അത്രമാത്രം ഈ പേഴ്സൺ നിങ്ങളിൽ അഡിക്റ്റഡ് ആയിരുന്നു എന്നുള്ള സത്യം നിങ്ങളിൽ നിന്നും അകന്നപ്പോഴാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്. ഏതോ ഒരു നിമിഷത്തിന് ഈ പേഴ്സന്റെ മനസ്സ് മാറിയിട്ടുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഇരുന്നിരുന്ന ഈ പേഴ്സന് പെട്ടെന്ന് ഒരു ദിവസം എന്ത് സംഭവിച്ചു? അത് നിങ്ങളുടെ മനസ്സിലും എപ്പോഴും വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ അതിന് നിഗൂഢമായിട്ടുള്ള പല രഹസ്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് ഒരു ബ്ലാക്ക് മാജിക് എനർജി ആയിട്ടോ, അല്ലെങ്കിൽ തകിട് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറയില്ല ഒരു ശത്രുക്കൾ ചെയ്തിട്ടുള്ള എന്തൊക്കെയോ കാര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ അതിൽ നിന്നൊക്കെ ഈ പേഴ്സൺ പല സത്യങ്ങളും മനസ്സിലാക്കി അതിൽ നിന്നും റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള ഇടിമിന്നൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ വ്യക്തി സന്തോഷത്തിലൊന്നുമല്ല, ദുഃഖത്തിൽ തന്നെയാണ്. ഇതിനെങ്ങനെയെങ്കിലും ഒരു മാറ്റം വരുത്തിക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും, ശക്തമായിട്ട് ഇടിമിന്നൽ വരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അതിനെ തടുത്തു നിർത്തുകയാണ് ആ ഒരു വലിയ വൃക്ഷം. അതുപോലെയാണ് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പേഴ്സണോട് ദേഷ്യമായിരിക്കാം ഉണ്ടാവുന്നത്, കാരണം നിങ്ങളെ ചതിച്ചു അല്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞു. പക്ഷെ ആക്ച്വലി അതൊന്നുമല്ല. ബിക്കോസ് ഈ പേഴ്സൺ സാഡ് ആണ്, ഈ പേഴ്സൺ വിഷമിച്ചാണ് ഇരിക്കുന്നത്, കാരണം ഈ പേഴ്സൺ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ലവ് മെസ്സേജസ്: യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഓൾവേസ് വിൽ ബി. നിങ്ങളാണ് ഈ പേഴ്സന്റെ ഏറ്റവും നല്ല സുഹൃത്തും കൂടിയാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഈ പേഴ്സന്റെ ജീവിതത്തിലെ വെളിച്ചം നിങ്ങളാണ്. ആൻഡ് ഓൾസോ എന്താ പറയാ, യു ടേക്ക് കെയർ ഓഫ് മീ ആൻഡ് സ്റ്റേ ബൈ മൈ സൈഡ് വെൻ ഐ ആം ഇൽ. ഓക്കെ, അതായത് എന്ത് സാഹചര്യം വന്നാലും നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതൊക്കെ ഈ പേഴ്സന് വളരെയധികം ഇഷ്ടമാണ്. ഐ ലവ് ദ വേ യു റൺ യുവർ ഹാൻഡ്സ് ത്രൂ മൈ ഹാൻഡ്സ്. ഓക്കെ, അതായത് ഈ മുടിയിൽ തലോടില്ലേ, സ്നേഹത്തോടു കൂടി നമ്മൾ തലോട് ചെയ്യൂലേ, അപ്പൊ ആ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തോടു കൂടിയുള്ള തലോടലുകൾ ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതാണ് നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് എനർജി കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്, അത്രയും വലുതാണ്. പക്ഷെ അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനു ഉപേക്ഷിച്ചിട്ട് പോയി? തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അത് ഉപേക്ഷിച്ച് പോയതല്ല, ഉപേക്ഷിപ്പിച്ചതാണ്. അതായത് വേറെ ആൾക്കാർ ചെയ്യിപ്പിച്ചതാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.